യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 വാക്യത്തിലൂടെ ദൈവവചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നാം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനം വിശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജീവജല നദിയായി പുറത്തു വരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഈ ജീവജല നദിയായി പുറത്തു വരും എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ ആ വചനം വിശ്വസിച്ച് ആ വചനം ഹൃദയത്തിൽ ശേഖരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞാൽ ആ ജീവനുള്ള നദിയായ വചനം നമ്മളിൽ നിന്ന് പുറത്തു വരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാം. അങ്ങനെ ഒരു ജല നദിയായി പുറത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും.